മമ്മൂട്ടി കമ്പനി എന്തിനാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ എന്തിനായിരിക്കും എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. രഞ്ജിത്ത് ഫീൽഡ് ഔട്ടായി എന്ന് കാണിക്കാൻ വേണ്ടി കുറച്ച് പൈസ മുടക്കിയാലും കുഴപ്പമില്ലെന്ന് മമ്മൂട്ടി തീരുമാനിച്ചതാണോ, അത് നാട്ടുകാരെ അറിയിച്ചാണോ എന്ന് അറിയില്ല. രഞ്ജിത്ത് ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. എവിടെ ഒരുതരം പ്രിട്ടൻഷ്യസ് ഇൻ്റലക്ച്വലിസം എന്നൊക്കെ പറയുന്നൊരു സ്ഥലമുണ്ടല്ലോ. അതായത് എഴുത്തുകാരനാണെങ്കിൽ ജുബ്ബ ഇടണം, മദ്യപിക്കണം, മദ്യക്കുപ്പികളുടെ നടുവിൽ കിടന്ന് ഉറങ്ങണം, അപ്പോൾ കുളിക്കരുത്, പല്ല് തേക്കരുത്. അതുപോലെ അവരുടെ സ്ത്രീ സങ്കല്പങ്ങൾ എപ്പോഴും ഇങ്ങനെ ചുവന്ന പൊട്ടുതൊട്ട പട്ടുസാരി എടുത്ത സുന്ദരിയായ സ്ത്രീകൾ, അങ്ങനെ ആ ഒരു ഭാവുത്വത്തിൽ നിന്ന് അദ്ദേഹം പുറത്ത് കിടന്നിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമുക്കറിയാം രഞ്ജിത്തിൻ്റെ സിനിമകളിൽ അത്തരം ഒരുപാട് ഇമേജറികൾ നമ്മൾ ധാരാളമായി കണ്ടിട്ടുണ്ട്. അതിൻ്റെ വേറൊരു ലൈറ്റ് ഒരു പ്രോമാക്സ് വേഷനാണ് അനൂപ് മേനോൻ. അനൂപ് മേനോൻ രഞ്ജിത്ത് ഒരേ സ്കൂളിൽ പഠിച്ചിറങ്ങിയ സിനിമാക്കാരാണെന്ന് നമുക്ക് പലപ്പോഴും തോന്നിപ്പോകും. ഈ എന്താണ് വാക്കുകളുടെ അതിപ്രസരം, ഡയലോഗുകളിലെ ഈ പറയുന്ന ബുദ്ധിജീവി നാട്യം, അതാണ് ഏറ്റവും പ്രധാനം. ഞാൻ ആദ്യം കാണുകയല്ലേ, അത് ആദ്യം റിവ്യൂ അയക്കുക ചെയ്തത്. ഇങ്ങനൊരു സാധനം ഇറങ്ങേണ്ടതെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഇപ്പോൾ ഫേസ്ബുക്കിൽ കുറേ അധികം നല്ല രസമുള്ള റിവ്യൂകൾ കണ്ടു. അതിൽ എനിക്ക് ക്ലിക്ക് ചെയ്ത റിവ്യൂ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു സുഹൃത്തു കൂടിയായ പ്രതാപ് ജോസഫ്, അദ്ദേഹം ഒരു ഡയറക്ടർ കൂടിയാണ്. IFFKയുടെ സഞ്ചിയിൽ നിന്ന് മദ്യക്കുപ്പി എടുത്ത് കഴിക്കുന്നു. ആ മദ്യത്തിൻ്റെ ലഹരിയിൽ രാവിലെ ഒരു സ്ത്രീ വീട്ടിലേക്ക് വരുന്നതായി അദ്ദേഹത്തിന് തോന്നുന്നു. പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ കസേര ഒഴിഞ്ഞു കിടക്കുന്നു. ഇത്ര മനോഹരമായി സ്വയം ട്രോളാൻ രഞ്ജിത്തിനല്ലാതെ മറ്റാരും കഴിയില്ല എന്ന് പറയുന്നത് വളരെ 3 വരെയുള്ള റിവ്യൂ ആണ്. അത് കണ്ടിട്ടാണ് ഞാൻ ഈ സാധനം കണ്ടുപോയത്. പ്രതാപിൻ്റെ ആ റിവ്യൂ വളരെ കറക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്, വളരെ കൃത്യമാണ്. അതിനപ്പുറം അതിലെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ VR സുധീഷിൻ്റെ ഒരു വളരെ ചെറിയൊരു കഥയാണിത് ആക്കിയിടുന്നുണ്ടോ, വിപര്യൻ എന്ന് പറയുന്നൊരു കഥയാണ്. ആ കഥ തന്നെ ഇത് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. കഥ വായിക്കുന്ന ഒരാൾക്ക് ഈ ചിത്രം കാണുമ്പോൾ അതിൽ വ്യത്യാസമൊന്നുമില്ല. രണ്ടുപേരുടെയും ഭാവുകത്വം ഒന്ന് തന്നെയാണ്. VR സുധീഷിൻ്റെയും രഞ്ജിത്തിൻ്റെയും ഭാവുകത്വം ഒന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവും. ഒന്നാമത്തെ കാര്യം. 2, രഞ്ജിത്ത് ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. എവിടെ ഒരുതരം പ്രിട്ടൻഷ്യസ് ഇൻ്റലക്ച്വലിസം എന്നൊക്കെ പറയുന്നൊരു സ്ഥലമുണ്ടല്ലോ. അതായത് എഴുത്തുകാരനാണെങ്കിൽ ജുബ്ബ ഇടണം, മദ്യപിക്കണം, മദ്യക്കുപ്പികളുടെ നടുവിൽ കിടന്ന് ഉറങ്ങണം, അപ്പോൾ കുളിക്കരുത്, പല്ല് തേക്കരുത്. അതുപോലെ അവരുടെ സ്ത്രീ സങ്കല്പങ്ങൾ എപ്പോഴും ഇങ്ങനെ ചുവന്ന പൊട്ടുതൊട്ട പട്ടുസാരി എടുത്ത സുന്ദരിയായ സ്ത്രീകൾ, അങ്ങനെ ആ ഒരു ഭാവുത്വത്തിൽ നിന്ന് അദ്ദേഹം പുറത്ത് കിടന്നിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമുക്കറിയാം രഞ്ജിത്തിൻ്റെ സിനിമകളിൽ അത്തരം ഒരുപാട് ഇമേജറികൾ നമ്മൾ ധാരാളമായി കണ്ടിട്ടുണ്ട്. അതിൻ്റെ വേറൊരു ലൈറ്റ് ഒരു പ്രോമാക്സ് വേഷനാണ് അനൂപ് മേനോൻ. അനൂപ് മേനോൻ രഞ്ജിത്ത് ഒരേ സ്കൂളിൽ പഠിച്ചിറങ്ങിയ സിനിമാക്കാരാണെന്ന് നമുക്ക് പലപ്പോഴും തോന്നിപ്പോകും. ഈ എന്താണ് വാക്കുകളുടെ അതിപ്രസരം, ഡയലോഗുകളിലെ ഈ പറയുന്ന ബുദ്ധിജീവി നാട്യം, അതാണ് ഏറ്റവും പ്രധാനം. ബുദ്ധിജീവി നാട്യം, വാക്കുകളുടെ അതിപ്രസരം, പിന്നെ ഈ പറയുന്ന ഈ തരത്തിലുള്ള ഇമേജറി, സ്ത്രീകളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ബുദ്ധിജീവികളെക്കുറിച്ചും ഈ മാതിരിയുള്ള ഇമേജറി. എനിക്ക് രഞ്ജിത്ത് അങ്ങനെ മോശം സംവിധായകനാണെന്ന് എഴുത്തുകാരനാണെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ എനിക്ക് വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒന്ന് മറ്റേ പുണ്യാളൻ സിനിമ, പ്രാഞ്ചേട്ടൻ എന്ന് പറഞ്ഞ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. അദ്ദേഹത്തിൻ്റെ പഴയകാല സിനിമകൾ. പക്ഷേ അദ്ദേഹത്തെ പിടികൂടിയിട്ടുള്ള ഈ പറയുന്ന പ്രിട്ടൻഷ്യസ് ഇൻ്റലക്ച്വലിസം അദ്ദേഹത്തെ വിട്ടുപോയിട്ടില്ല. ആ വിട്ടുപോകാത്തോടത്തോളം അദ്ദേഹം ഇനി ധാരാളമായിട്ട് റോൾ ചെയ്യപ്പെടും. ഒന്നാമത്തെ കാര്യം. 2, മമ്മൂട്ടി കമ്പനി എന്തിനാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ എന്തിനായിരിക്കും എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. രഞ്ജിത്ത് ഫീൽഡ് ഔട്ടായി എന്ന് കാണിക്കാൻ വേണ്ടി കുറച്ച് പൈസ മുടക്കിയാലും കുഴപ്പമില്ലെന്ന് മമ്മൂട്ടി തീരുമാനിച്ചതാണോ, അത് നാട്ടുകാരെ അറിയിച്ചാണോ എന്ന് അറിയില്ല. പിന്നെ ഇതിന് വേറെ പോസിറ്റീവായിട്ടുള്ള കുറേ റിവ്യൂകളും വന്നിട്ടുണ്ട് കേട്ടോ. എനിക്കതിൽ വളരെ ടച്ചിങ് ആയിട്ട് വന്ന റിവ്യൂ, കള്ളു കുടിച്ച് ലിവർ പോയിട്ടുള്ള ഒരു മനുഷ്യൻ, അയാൾ മരിക്കാൻ പോവാണ്. അപ്പോൾ ഈ ചെമ്പം മുടിയായിട്ട് വരുന്ന സ്ത്രീയാണല്ലോ. അപ്പോൾ ഈ മരണദേവതയെക്കുറിച്ച് അങ്ങനെ ഒരു ഇമേജറി ഉണ്ട്. ചെമ്പൻ കളറുള്ള മുടിയുള്ള സിന്ദൂരപ്പൊട്ടൊക്കെയുള്ള ആളെന്നുള്ളൊരു ഇമേജറി നേരത്തെ ഉണ്ട്. അപ്പോൾ ആ ഇമേജറി വെച്ചിട്ട് വന്നു പോയത് മരണമാവാം, മരണദേവതയാവാം എന്നും കുമാരനാശൻ്റെ കരുണ അങ്ങനെ ഒരു പുസ്തകത്തിൻ്റെ ഒരു ഷോട്ട് ഇങ്ങനെ പായിച്ചു. അതാണ്, അങ്ങനെ എന്തോ ഒരു ഇമേജറി ഇങ്ങനെ പായുന്നുണ്ട്. അപ്പോൾ അത് വന്നത് മഞ്ജുവാര്യരല്ല, മരണമാണ് എന്ന് വായിക്കുന്ന ചില ആളുകളുണ്ട്. പോസിറ്റീവായിട്ട് വായിച്ച ആൾക്കാരുമുണ്ട്. പിന്നെ ഏകാന്തനായ ഒറ്റപ്പെട്ട ഒരു മനുഷ്യൻ്റെ വിഭ്രമാത്മക മനസ്സ് വിശദീകരിക്കുന്ന ഒന്നായിട്ടൊക്കെ വായിച്ച ആൾക്കാരുണ്ട്, പോസിറ്റീവായിട്ട് വായിച്ച ആൾക്കാരുണ്ട്. പക്ഷേ കൂടുതലും ട്രോളാണ്. ഇതിൽ നിന്ന് രഞ്ജിത്ത് പഠിക്കേണ്ട പാഠം, രഞ്ജിത്ത് ഉടൻ തന്നെ വണ്ടി പിടിച്ച് 21-ാം നൂറ്റാണ്ടിലേക്കും 2025 വരണമെന്നാണ്.